ഈ കാണുന്നത് ഞാൻ ഡെല്ലിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിച്ചതിൻ്റെ ബില്ലാണ്. G1 സീരീസിൽപ്പെട്ട ഒരു ലാപ്ടോപ്പാണ് ഞാൻ വാങ്ങിച്ചത്. ഏകദേശം 70,000 രൂപയോളം സാധനം വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സീരീസ് നമ്പറും അതുപോലെ തന്നെ IMEI നമ്പറും ഒക്കെ തന്നെ. ഇത്രയും സാധനങ്ങളോടൊപ്പം തന്നെയാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം 70,000 രൂപയ്ക്ക് 1 രൂപ കുറവ്. ഇത് എൻ്റെ എതിർകക്ഷികളാണ്. ഫസ്റ്റ് ഡെല്ലിൻ്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, രണ്ടാമത് കരുനാഗപ്പള്ളിയിലെ മൈജി, മൂന്നാമത്തെ എതിർകക്ഷി എന്ന് പറയുമ്പോൾ ഡെല്ലിൻ്റെ സർവീസ് സെൻറ്റർ കൊല്ലം കടപ്പാക്കടയിലുള്ളത്, നാലാമത്തത് കായംകുളത്തുള്ള ഡെല്ല് സർവീസ് സെൻറ്റർ. വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3-4 കക്ഷികൾ ഡെല്ലിൻ്റെ സർവീസ് കേന്ദ്രങ്ങളല്ല. ഇത് മറച്ചു വെച്ചിട്ടാണ് ഡെല്ലിൻ്റെ സർവീസ് സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ മൈജി അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നമ്മൾ നെറ്റിൽ നോക്കുമ്പം ഇവർ സർവീസ് സെൻറ്റർ ആണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ സ്ക്രീൻഷോട്ട്സുകളാണ് ഇതൊക്കെ. ഇത് കായംകുളത്ത് ഡെല്ലിൻ്റെ എക്സ്ക്ലൂസീവ് സർവീസ് സെൻറ്റർ. പക്ഷേ നമ്മൾ നോട്ടീസ് ഇട്ട സമയത്ത്, കോർട്ടിൽ നിന്ന് നോട്ടീസ് ഇട്ട സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ സർവീസ് സെൻറ്ററേ അല്ല എന്നുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകളുടെ കേന്ദ്രമാണ് ഡെല്ല് എന്ന് എൻ്റെ വ്യക്തി അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ 2 പോസ്റ്റ് ഈ കേസിനെ ബേസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പേഴ്സണൽ ചാറ്റിലും മെസ്സേജിലും വന്നിരിക്കുന്ന മെസ്സേജുകൾക്ക് കണക്കില്ല. കാരണം ഏകദേശം 1000-ഓളം ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എനിക്ക് മനസ്സിലായി. ഇത് കായംകുളത്ത് ഡെല്ലിൻ്റെ സർവീസ് സെൻറ്ററിന് ഞാൻ ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റുകളാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവരും പറയുന്നത്.